പുള്ളിക്കാരനോട് കിടന്നുറങ്ങുന്നത് ഇത് കണ്ട പക്ക ഒറിജിനലാണെന്ന് തോന്നുന്നു. ഒറിജിനലാണെന്ന് ഫീൽ ചെയ്തില്ലേ? ഓ ഇത് പൊളിക്കും. റൊണാൾഡോ മെസ്സിയും ഇത് ഫൈനലി നമ്മളുടെ ഇന്ത്യൻ സിനിമയുടെ കിങ് ഖാൻ. ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടുത്തെ ഒരു അടിപൊളി നൈറ്റ് ലൈഫ് ഉള്ള വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മുടെ കൂടെ ഇരുന്നുള്ള രണ്ടാൾക്കാരും കൂടി പരിചയപ്പെടുത്താം. അപ്പോൾ പറഞ്ഞോളൂ ബ്രോ. ഞാൻ തൃശ്ശൂരിനാണ്, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അശ്വിനാണ്, അശ്വിൻ പേര്. മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. രണ്ടാമത്തെ ആള് ഐസക് ഡാനിയൽ. ഐസക് ഡാനിയൽ എവിടെ നാട്ടിൽ പറഞ്ഞ? ട്രിവാൻഡ്രംകാരനാണ്. ഓക്കെ, നമ്മുടെ അജ്മൽ ബ്രോ. ഓക്കെ, അജ്മലിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മളിന്ന് പോകുന്ന ഇവിടത്തേക്ക് അജ്മല സിറ്റി പാർക്ക്, താഷ്കന്റ് സിറ്റി പാർക്ക്. താഷ്കന്റ് സിറ്റി പാർക്ക്. ഈ താഷ്കന്റ് സിറ്റി പാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അജ്മൽ പോലുള്ള എല്ലാ പിള്ളേരും നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ പോകുന്ന സ്ഥലം കൂടി കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ മാജിക് സിറ്റീനെ കാണിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ അടിപൊളി വൈബുള്ളൊരു സ്ഥലമാണ് സിറ്റി പാർക്ക്. ഒരുപാട് കാര്യങ്ങൾ അവിടെ കാഴ്ചകൾ കാണാനൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഏകദേശം വൈകുന്നേരം ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ, കാരണം ഈ ഒരു ടൈമിന് പോയി കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ലൈഫും കൂടി ഒന്ന് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ്. അശ്വിനും ഐസക് ഡാനിയലൊക്കെ ഇന്നലെ എത്തിയതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് താഷ്കന്റും കൂടി ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കാൻ കരുതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വിശേഷങ്ങൾ സിറ്റി പാർക്കുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമ്മളിതാ താഷ്കന്റ് സിറ്റി പാർക്കിൻ്റെ ഗേറ്റ് കവാടത്തിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇതിന് ചുറ്റും ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്നതൊക്കെ ഹോളിഡേ ഇന്നാണ്. കണ്ടോ, ഹോളിഡേ ഇൻ ഹോട്ടലുണ്ട്. ഈ സൈഡിൽ ഹിൽട്ടൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ടാക്സിക്കാരൻ പറഞ്ഞിട്ട് നമ്മളെ കയറ്റി വിട്ടു. ഇതുണ്ട്, അതൊരു മെഴുകി മ്യൂസിയം കേട്ടോ, മറ്റേ വാക്സ് മ്യൂസിയം എന്ന് പറയും. അതിനകത്ത് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങിയിട്ട് ഇന്ന് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം. ആ മെഴുകി മ്യൂസിയത്തിനകത്തുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ ആ പോകുന്നതാണ് നമ്മൾ വന്ന കാർ. ഏകദേശം 34,000 സോമ്. 34,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 300 രൂപ എടുത്തിട്ട് 10,000 എന്ന് പറയുമ്പോൾ ഏകദേശം 60-70 രൂപയായി. നമ്മൾക്ക് ഏതായാലും ഇത് താഷ്കന്റ് സിറ്റി പാർക്കിൻ്റെ സ്റ്റാർട്ടിങ് ആട്ടോ. ഇതായി ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ഇവിടുത്തെ മെഴുകി മ്യൂസിയമാണ്. പിന്നെ ഇവിടെ ഒരുപാട് വാട്ടർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വൈബല്ലേ. പിന്നെ ഇതിനകത്ത് പുതിയൊരു മാൾ ഓപ്പൺ ആണെന്ന് പറഞ്ഞാൽ ആ മാളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നമുക്കൊന്ന് മെഴുകി മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പോയേക്കാം. ഈ മെഴുകി മ്യൂസിയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ നിൽക്കുന്ന മനുഷ്യനെ അറിയോ? ഒരു കാലത്ത് നമ്മളൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ചിരിപ്പിച്ച, നമ്മളൊക്കെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ച പുള്ളിക്കാരൻ കേട്ടോ, മിസ്റ്റർ ബീൻ. ഓക്കെ, ജനോബ് ബീൻ എന്നറിയപ്പെടുന്നത് മിസ്റ്റർ ബീൻ. പുള്ളിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ പുള്ളിയുടെ ആ ഒരു സീരീസൊക്കെ ഉണ്ടല്ലോ, കുറച്ച് വീഡിയോസ്, അതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. മനസ്സിലായി, നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് വേറെ സൈഡിൽ എൻട്രൻസിൽ തന്നെ ഈ സൈഡിൽ പിന്നെ ഇതാ മൈക്ക് ടൈസൺ പുള്ളിക്കാരനെയാണ് കാണിക്കുന്നത്. ഇയാൾ എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും എന്തൊക്കെ ക്ലോസിങ്ങാ. അപ്പം നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇതാരടാ ഈ പുള്ളിക്കാരൻ? അറിയോ? പേരറിയില്ല. ഉണ്ടോ? ശരിക്കും ആ ഒറിജിനൽ പോലെ തന്നെ ആളിങ്ങനെ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പോകാം. ടിക്കറ്റ് എടുക്കട്ടെ ആദ്യം കേട്ടോ. അപ്പോൾ നമ്മളിതാ ടിക്കറ്റ് എടുത്തു. എത്ര? 50,000 സോമല്ലേ? 50,000 സോമ നാട്ടിൽ 350-400 രൂപയായി. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്തേക്ക് കയറി നോക്കാം. ഇവിടെ ടിക്കറ്റ് കൊടുക്കാം. ടിക്കറ്റ് മുറിച്ച് തന്നു. ഇതുണ്ടോ ഹാരി പോട്ടർ? ഹാരി പോട്ടറിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് പിള്ളേർ ഫോട്ടോ എടുക്കുകയാണ്. അടിപൊളിയുണ്ടല്ലേ. ഇതുണ്ട് ഒരു പുള്ളിക്കാരനോട് കിടന്നുറങ്ങുന്നത്. ഇത് കണ്ട പക്ക ഒറിജിനലാണെന്ന് തോന്നുന്നു. ഒറിജിനലാണെന്ന് ഫീൽ ചെയ്തില്ലേ? ഒറിജിനലൊന്നല്ല. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ടെലിഫോൺ ബൂത്തുണ്ട്. ടെലിഫോൺ ബൂത്തിൻ്റെ സെക്യൂരിറ്റിക്കാരനാണ് ഇവിടെ കിടന്നുറങ്ങുന്നത്. പിന്നെ ഈ കയറുമ്പോൾ തന്നെ കാണുന്ന പുള്ളിക്കാരൻ എന്താണ് ഐൻസ്റ്റീൻ ബൾബല്ല, അതായത് മറ്റേ ബൾബ് കണ്ടിട്ട് ചെയ്യാറുള്ളേ. ഇതാണ് ആൽബർട്ട് അണ്ണൻ. ഐൻസ്റ്റീൻ എന്താ കണ്ടുപിടിച്ചേ?
ഈക്വൽ ടു അതാണ് അതാണ് ഈസിക്കൽ ടു MC സ്ക്വയർ. ഒരു കാലത്ത് നമ്മളെ വെറുപ്പിച്ച സാധനമായിരുന്നു ഇത്. നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ മുതലാളി ഫൗണ്ടറല്ലേ? എല്ലാം കേട്ടോ. അമ്പതിൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, വെളിയണ്ട. ഇത് നമ്മുടെ സുക്രണൻ കഴിഞ്ഞ ദിവസം പണി വന്നത് മൊത്തം എല്ലാം പൂട്ടിയിട്ടിട്ട് കല്യാണത്തിന് വന്നിട്ടുണ്ടല്ലേ? അടിപൊളി. ഫേസ്ബുക്കിൻ്റെ ബുക്കും പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അടിപൊളി അല്ലേ? കണ്ടോ ഒറിജിനൽ പോലെ തന്നെ ഫീൽ ചെയ്യും. പക്ക ഇതല്ലേ, സെറ്റപ്പാണ് യുവമാരൊക്കെ. അടിപൊളി സാധനം അല്ലേ? ഇനി നമുക്ക് അടുത്തത് കിടക്കാം. ഇതേതാ പുള്ളിക്കാണ്, ഇതേതോ ഹോളിവുഡ് ആക്ടറാണെന്ന് തോന്നുന്നു. ഇതിൽ അടിപൊളി ഉണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. താടിയൊക്കെ നോക്കിയാ അടിപൊളി കോസ്റ്റ്യൂം. ഇതാരാടാ? എനിക്കറിയാടാ? അറിയില്ല അല്ലേ? ഏതെങ്കിലും ഹോളിവുഡ് ആക്ടർ ആയിരിക്കും. ഹോളിവുഡ് അല്ലെങ്കിൽ ബോളിവുഡ് ആയിരിക്കും അല്ലേ? എന്തായാലും അടിപൊളിയുണ്ട് കാണാൻ. ഇത് തുർക്കിഷ് ആക്ടറാണ്. തുർക്കിഷ് എന്താ പറയുക, ഇവൻ്റെ പേര് ബുറാക്ക് എന്നാണ് ഇവൻ്റെ പേര്, പുള്ളിക്കാരനെ. തുർക്കിഷ് സീരീസിൽ. അപ്പം ഈ പെണ്ണും ചിലപ്പം ഇതൊക്കെ തുർക്കിഷ് ഇതായിരിക്കും കേട്ടോ, മിക്കവാറും തുർക്കിഷ് ആക്ടേഴ്സ് ആയിരിക്കും. ഇനി ഇതാ ഇവിടെ നമ്മളുടെ ജക്കി ചാൻ. ഒരു കാലത്ത് നമ്മളിങ്ങനെ എന്താ പറയുക, ആക്ഷൻ ഫിലിം ഹീറോ ആണ്. ആക്ഷൻ ഹീറോ ആണ്. ഇജങ്ങ ആരാടെ? ഇത് മറ്റേ ഹോളിവുഡ് സിനിമയിലുള്ളതല്ല, ഇതാ അതിൽ കാണുന്ന പോലത്തെ അവരുടെ വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. ആക്ഷൻ ഹീറോസാണ് ഇതൊക്കെ. അമ്പോ, എന്താ പേര്? എനിക്കറിയില്ല, എനിക്ക് പറയണ്ടേ. റോക്ക്. അത് ഇയാളാണല്ലേ? ഓക്കെ. ഈ പുള്ളിക്കാരനോ? ട്രാൻസ്ഫോമേഴ്സാ? ഓക്കെ. ആൻഡ് ഫൈനലി നമ്മളുടെ ഇന്ത്യൻ സിനിമയുടെ കിങ് ഖാൻ. അടിപൊളിയുണ്ടല്ലോ നൃത്തം. പോസ് അടിപൊളിയായിട്ട് എത്തി. പിന്നെ നമ്മൾ ബച്ചൻ സാബ്, അമിതാഭ് ബച്ചൻ ഇവരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. താജ്മഹലാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തത്. എന്തായാലും നമ്മളെ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം, ഇങ്ങനെ രണ്ടാൾക്കാർ ഇവിടെ വെക്കാൻ കാണിച്ചു. ദെൻ ഇത് ആരാടാ? ഇവിടുത്തെ പ്രസിഡന്റ് അല്ലതാണോ? അല്ല, മോട്ടിവേഷൻ സ്പീക്കറാണോ? ഇവിടുത്തെ ആരോ ആണ്, ഉസ്ബെക്കിസ്ഥാൻ്റെ ആരോ ആണ് ഈ പുള്ളിക്കാരൻ. ഒരു പൊക്കം കുറഞ്ഞുള്ള മനുഷ്യനും ഒരു പൊക്കം കൂടിയുള്ള ആളും. ഇവരത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവരാരൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ബയോഗ്രഫിക്ക് ഉണ്ട്. ദെൻ കൊമേഡിയനാ? ആയിക്കോട്ടെ. ഇതേതായി ചേച്ചി? ചേച്ചിന് ഇത് ചാപ്ലിൻ, ചാർലി ചാപ്ലിൻ. ആവുമ്പോൾ ഈ നൃത്തം കാണുമ്പോൾ തന്നെ ചിരിയായിരുന്നു. പുള്ളിയുടെ വാക്സ് പ്രതിമ കാണുമ്പോൾ പോലും ചിരിയായിരുന്നു. അതേപോലെ വേറൊരു സാധനം അതേ റേഞ്ചിൽ നിന്ന് കളിക്കുന്ന മനുഷ്യനാണിത്. പണ്ടൊക്കെ പുള്ളിയുടെ സീരീസ് കാണാനായിട്ട് മറ്റേ പോകോ TV ഏതാ പോകോയിലാണ് ഇങ്ങനെ നോക്കി വെക്കും 5 മണിയൊക്കെ ആകുമ്പോൾ. ഒരു രക്ഷയില്ല. ഇത് മറ്റേ പുള്ളിക്കാരൻ എന്നത് മറ്റേ പൈററ്റ്സ് ഓഫ് കരീബിയൻ. എന്താ ഇയാൾ പേര്? ബാർബർ അങ്ങനത്തെ പേരുണ്ടല്ലോ പുള്ളി. ബ്ലാക്ക് ജാക്ക് സ്പാരോ. യെസ്, ജാക്ക് സ്പാരോ. ഇവരതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പറയാ സംഗതി ക്യാപ്റ്റൻ ജാക്ക് ചും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പുള്ളിയുടെ ഒക്കെ ഫിലിം ഇപ്പോഴിങ്ങനെ ഇത് കാണുമ്പോണ്ടല്ലോ മനസ്സിലിങ്ങനെ ഓർമ്മ വരാണ് പഴയ ആ സാധനങ്ങൾ. ഇത് പൊളിക്കും. റൊണാൾഡോ മെസ്സിയും ഇതിൽ ഈ വീഡിയോ കാണുന്നതിൽ റൊണാൾഡോനും മെസ്സിയുടെ ആരാധകരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കട്ട ഫാൻസ് ആണെങ്കിൽ കേട്ടോ. ഓക്കെ, കമൻറ്റ് ബോക്സിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കട്ടെ. മെസ്സി ഫാനാണോ കൂടുതൽ, റൊണാൾഡോ ഫാനാണോ കൂടുതൽ നമുക്ക് നോക്കാം. ഗോൾഡൻ ഫുട്ബോളൊക്കെ ഉണ്ട്. ഓക്കെ, അടിപൊളി. മസിലൊക്കെ പിടിച്ചേക്ക് നോക്കിയാൽ നേരിട്ട് കാണാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയും കണ്ടിട്ട് സമാധാനിക്കാം. ഇതേതാണ് ഈ ചേച്ചി? ഈ ചേച്ചിനെ ഏതാണെന്ന് മെർലിൻ മൊൺറോ. അമേരിക്കൻ ലേഡി. എന്തായാലും ചേച്ചി ഇവിടെ പോസ്റ്റ് നിൽക്കുകയാണ്. ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ മൈക്കിൾ ജാക്സൺ. അയാൾ പുള്ളിയുടെ MJ ഫുൾ നെയിം പറഞ്ഞതോ അല്ലേ? മൈക്കിൾ ജാക്സൺ. അടിപൊളി. സ്കിൻ ട്രാൻസ്ഫോർമേഷൻ്റെ എക്സ്ട്രീമാണ് പുള്ളി. എമ്മാതിരി ചെയ്തറിയോ പുള്ളിയുടെ അവസാനം പിഴയായി. പുള്ളിനെ കവച്ചക്കാൻ ഇപ്പം ആരും ഇല്ലല്ലേ വേൾഡിൽ. പുള്ളിനെ അത്ര ആ ഒരു ഡാൻസിങ് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഇന്നും പുള്ളിക്ക് ഫാൻസ് ഉണ്ട് കേട്ടോ, കട്ട ഫാൻസ് ഉള്ള ആൾക്കാരാണ്. മൈക്കിൾ ജാക്സന്റെ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. ദെൻ ഇത് ട്രംപല്ല ബുഷാ, ഇതാരാ ട്രംപല്ല ഇത്? ഡൊണാൾഡ് ട്രംപ്. പുള്ളിക്ക് ഇത്രയൊക്കെ വയറുണ്ട്. അടിപൊളി. ട്രംപ് ഇങ്ങനെ ട്രംപിൻ്റെ ഓഫീസിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതാ വൈറ്റ് ഹൗസ് അല്ലേ. എടാ വൈറ്റ് ഹൗസിന് എന്താ ഗോൾഡൻ കർട്ടൻ? വൈറ്റ് ഹൗസിന് ഗോൾഡൻ കർട്ടനാ? അടുത്തത് ഇതാരാന്നറിയോ? റഷ്യൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഓ പുള്ളി വേറെ ലെവലാട്ടോ. പുടിൻ പവർഫുൾ മാനാണ്, ഭയങ്കര സെറ്റപ്പാണ് പുള്ളി. ദുരൂഹതകളൊക്കെ ഭയങ്കര ഉണ്ടാക്കാൻ ക്രേസുള്ള ടൈപ്പാണ്. ഇതാണ് രാജ്ഞി അല്ലേ ഇവിടെ? ഏത് ബ്രിട്ടൻ്റെ അല്ലേ? ബ്രിട്ടൻ എലിസബത്ത് ക്യൂൺ മരിച്ചില്ലേ? ഒരു കുറച്ച് നാളായിട്ടുള്ളൂ, കുറച്ചായി. ഇവരുടെ മകളുടെ ഏറ്റവും ലോകത്തെ ഏറ്റവും വില കൂടിയ കല്യാണം ഉണ്ടായത് ഇവരുടെ കൊച്ചുമകളുടെയോ ഒരാളുടെ അല്ലേ? ഇപ്പം ലാസ്റ്റ് അംബാനിൻ്റെ മകൻ്റെ മുമ്പുള്ള വില കൂടിയ കല്യാണമൊക്കെ നടത്തി ഇവരുടെ കുടുംബക്കാരാണ്. അപ്പം അത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഊഴമാണ്. ആർക്കെങ്കിലും കയറി നിൽക്കാനുണ്ടോ? ഇതുപോലെ മാക്സ് പ്രതിമേനെ പോലെ ഇവിടെ ആർക്കാണെങ്കിലും കയറി നിൽക്കുക കേട്ടോ. ഓക്കെ, ഇതൊക്കെ കുറേ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ പെയിൻറ്റിങ്സ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയുണ്ടല്ലേ? അങ്ങനെ ഇതാണ് ഇവിടുത്തെ വാക്സ് മ്യൂസിയം എന്ന് പറയുന്നത് കേട്ടോ. വാക്സ് മ്യൂസിയത്തിൻ്റെ സംഭവം അടിപൊളിയല്ലേ? ഓക്കെ, അപ്പം നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ഇവിടുന്ന്. അപ്പോൾ നമ്മളിവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഇതാ ഇങ്ങനെ നടക്കുകയാണ്. ചുറ്റിലും നല്ല അടിപൊളി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല മനോഹരമായിട്ട് ഒരുപാട് അപ്പാർട്ട്മെൻറ്റും ഫ്ലാറ്റുകളൊക്കെ നല്ല അടിപൊളി. പിന്നെ ഈ നടക്കുന്ന സൈഡിൽ ഓർഗാനിക് ബാർ, അതുപോലെ തന്നെ ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. റാമിസ് എന്നൊക്കെ പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ആ സൈഡിലായിട്ട് കുറച്ച് ഫുഡ് കോർട്ടും ഒരു വാട്ടർ മ്യൂസിക്കിൻ്റെ ഒരു സ്ഥലമുണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഈ പകൽ വരാൻ കാരണം വെച്ചാൽ ഇപ്പോഴാണ് ഇത് നല്ല ക്ലിയർലി ഇങ്ങനെ എടുക്കാൻ പറ്റുക, ഇതിൻ്റെ ഒരു ബ്യൂട്ടി കാണാൻ പറ്റുക. രാത്രി ആകുമ്പം വേറെ ബ്യൂട്ടിയാണ്. രാത്രീൻ്റെ വീഡിയോസ് ഞാൻ ഇതിൽ കാണിച്ചു കേട്ടോ. അതായത് സിറ്റി പാർക്കിൻ്റെ നൈറ്റ് വ്യൂവും അതുപോലെ തന്നെ നൈറ്റിൽ ഈ കാണുന്ന സൈഡിൽ ഞാൻ കൊടുക്കാം. നൈറ്റ് വ്യൂ എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെ എടുത്ത കാര്യങ്ങളൊക്കെ, ബിൽഡിങ്സൊക്കെ രാത്രി എങ്ങനെ ഉണ്ടാവും, ലൈറ്റിങ്ങിന് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് കാണിച്ചു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതുണ്ടോ, ഇതിൻ്റെ ലാസ്റ്റത്തെ ഈ ഒരു പൂളുണ്ടോ, ഇത് അങ്ങോളം വരെ നടുക്ക് ഓരോരോ കുറ്റി കുറ്റിയാണ്. ഇവിടെയൊക്കെ ആണ് രാത്രി നല്ല വാട്ടർ മ്യൂസിക് ഷോ ഒക്കെ നടക്കുന്നുണ്ടോ. നല്ല രസമാണ്. ഇത് വേറെ തന്നെ ബ്യൂട്ടിയാണ്. ഞാൻ സൈഡിൽ കാണിച്ചിട്ടാണ് വാട്ടർ മ്യൂസിക്കിനൊക്കെ നല്ല പാട്ടൊക്കെ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. പാട്ട് പിന്നെ നമ്മൾക്ക് ഈ വാട്ടർ മ്യൂസിക്കുള്ള സമയത്ത് സോങ്സ് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അന്നേരം എടുക്കാത്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ നൈറ്റ് വ്യൂ കാണിച്ചു കേട്ടോ. എങ്ങനെയുണ്ട് സിറ്റി പാർക്ക്? അടിപൊളിയല്ലേ? കൂടുതൽ നീട്ടി വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കാണുന്നതൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് നൈറ്റ് ഇവിടെ നല്ല തിരക്കുണ്ടാവും. ആൾക്കാരൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടാവും എന്തായാലും. അപ്പോൾ ഗൈസ്, നിങ്ങൾ കണ്ടല്ലോ ഇന്നത്തെ സിറ്റി പാർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ. സിറ്റി പാർക്കിൽ വേറെയും കുറേ അക്വേറിയം അതും മറ്റുള്ള സംഗതികളൊക്കെ ഉണ്ട്. പക്ഷേ വാക്സ് മ്യൂസിയം ഈ പറയുന്ന 2-3 സംഗതികളാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് കൗതുകം ഉണ്ടാക്കുന്ന സംഗതി. നിങ്ങൾ കുറച്ചും കൂടി ആസ്വദിക്കാനൊക്കെ പറ്റുക കണ്ടു കഴിഞ്ഞാൽ. കാരണം വേറെ ഇവിടെ ഇങ്ങനെ നൈറ്റ് ലൈഫ് ഇതേപോലെ ഈ പാർക്കിൻ്റെ ഇടയിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇതുപോലെ ഇങ്ങനെ നടക്കാന്നേ ഉള്ളൂ. വേറെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ അതിനൊക്കെ മാത്രമായിട്ടാണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഒന്നാമത് വിൻ്റർ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ഗാർഡൻസൊക്കെ ഒന്ന് ഓപ്പണായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സിറ്റി പാർക്കുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ആസ്വദിക്കാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നൊക്കെ കരുതുന്നു. നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളും പിള്ളേരൊക്കെ വരുന്നത് വരെ ബൈ.